Hello and welcome back to another video. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ വീണ്ടും എൻ്റെ ഒരു ഷൂ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആസ് യു ക്യാൻ സീ 3 ബ്ലാക്ക് ബോക്സസ് ഉണ്ട് ഇന്ന് എൻ്റെ കയ്യിൽ, വിച്ച് ഐ വിൽ ബി അൺബോക്സിംഗ് വിത്ത് യു ഗൈസ് ടുഡേ. പക്ഷേ ഞാനിത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് I just wanted to say you that in case if you guys have missed in the last video, please do go and check that out. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്നെന്താ, ഇഫ് യു ജസ്റ്റ് സീ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൈക്കിൻ്റെ ലെബ്രോൺ കളക്ഷൻ ആയിട്ടാണ്. സോ എൻ്റെ കയ്യിൽ അതിൻ്റെ 3 ഡിഫറെൻറ്റ് ഷൂസ് ഉണ്ട് ഫ്രം ദ ലെബ്രോൺ കളക്ഷൻ ഓഫ് നൈക്ക്. സോ ഇന്ന് നമുക്ക് we'll unbox one after the other from this one. Okay, so let's try to unbox this. So ഇതിന് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഫുള്ളുള്ളത്. So let's open this. Oh, look at this. Okay, ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലൊരു ബോക്സ് സ്ട്രക്ചർ പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. So let's pull this one out. Okay, and then let's move cardboard box കുറച്ച് like, and you can see this is how the box looks like. It's so cool, like, you know, boxil you can see a lot of investment in the design has been gone. Like a classic look item, you know, it with a good handle and all. It's pretty cool and decent, right? Okay, so let's open this box and see. So the moment you open this box, you can see oru golden color lilla oru small template pole undu. And as you can see, ലെബ്രോൺ ജെയിംസ് എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഫോർ എവർ കിങ് എന്നാണ്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ഇവിടെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട് അബൌട്ട് ലെബ്രോൺ ജെയിംസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു സ്മോൾ ബുക്കാണിത്. വാട്ട് എൽസ് യു ക്യാൻ സീ ഇൻ ദിസ് ബോക്സ് വൺസ് യു ഓപ്പൺ ഈസ് എ ലിറ്റിൽ ചാം ഹിയർ. ആൻഡ് യു ക്യാൻ സീ ഒരു കുട്ടി ലെബ്രോണിനെ ഹിയർ. ആൻഡ് യു ക്യാൻ സീ ഇവിടെ ഒരു ചെറിയൊരു എൻഗ്രേവിംഗ് ഒക്കെ ഉണ്ട്, L23 എന്ന് പറയുന്നത്. Now, the collection which I am having with me, and ഇതിനെ പറയുന്നത് ഫ്രം ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളതാണ്. ലെബ്രോൺ ജെയിംസിൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റിനെയാണ് ഇതിന് പറയുന്നത്. ബട്ട് ബിഫോർ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഷൂ ആൻഡ് മോർ അബൌട്ട് ഇറ്റ് ആൻഡ് വൈ ഇറ്റ് ഗോട്ട് ദ നെയിം ഓഫ് ഫ്രം ദിസ് പോയിന്റ് ഫോർവേഡ്, ഐ വിൽ ജസ്റ്റ് ഷോ യു വാട്ട് ദ ഷൂ ലുക്സ് ലൈക്ക്, ബിക്കോസ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. സോ ഈ ബോക്സിനകത്ത് ദർ ഇസ് എ സ്മോൾ സാക്ക് പോലെ വന്നിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ഒരു ഗോൾഡൻ കളർ ഡിസൈൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ജസ്റ്റ് സീ, ഇവിടെ മാത്രമല്ല ഇവർ ഡിസൈൻ എലമെൻറ്റിനെ വളരെയധികം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബോക്സിൻ്റെ എൻഡിൽ പോലും യു ക്യാൻ സീ ഇറ്റ്സ് റിട്ടൺ ഫോർ എവർ കിങ് ആൻഡ് ദെൻ ദ ലോഗോ ഗോസ് ഓവർ ദെയർ, റൈറ്റ്? Now let's keep this box a bit onto the side because ഇപ്പോഴാണ് നമ്മുടെ താരം വരുന്നത്. Now I'm going to open this sack for you and show you this fantastic collection from Nike and LeBron together. Oh my god, look at this beauty. And this is our from this point forward collection from LeBron. വളരെയധികം ഡീറ്റെയിലിംഗ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ് യു ക്യാൻ സീ ഒരു ഗ്രീൻ കളർ ലൈൻ ഇതിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദെൻ യു ക്യാൻ സീ ചോസൺ വൺ, ദ ചോസൺ വൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും. ആൻഡ് കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട് ഇവിടെ. ഗോൾഡൻ കളറിൽ നൈക്കിൻ്റെ ഒരു സിമ്പിൾ വരുന്നുണ്ട്. ആൻഡ് ദെൻ ലെബ്രോൺ ജെയിംസിൻ്റെ തന്നെ കയ്യൊപ്പ് ഇവിടെ നൈക്ക് എൻഗ്രേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ദർ ആർ മെനി ലിറ്റിൽ ക്യൂട്ട് ഡീറ്റെയിൽസ്. So to show you much more information about the shoe and details, let's see a 360-degree view of it. സോ ഈ ഒരു ഷൂവിന് ഫ്രം ദിസ് പോയിന്റ് ഫോർവേഡ് എന്ന പേര് വരാനായിട്ട് കാരണം 2002 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെബ്രോൺ എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ പയ്യനായിരുന്നു. ആ സമയത്ത് സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ് മാഗസീൻ അവരുടെ കവർ പേജിൽ ലെബ്രോണിൻ്റെ പിക്ചർ വെച്ചിട്ട് ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ദ ചോസൺ വൺ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. സോ ആ ഒരു പോയിന്റിൽ തൊട്ടിട്ടാണ് ലെബ്രോൺ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടേണിംഗ് പോയിന്റിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നൈക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഫ്രം ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളത്. സോ നമ്മളിതിന് ഡിസൈനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറിന് വേണ്ടതെല്ലാം ഇതിലുണ്ട്. ലൈക്ക് ഇഫ് യു സീ ദേ ഹാവ് എ ഗുഡ് പ്രീമിയം ക്വാളിറ്റി ലെതർ, യു ക്യാൻ സീ ദർ ഇസ് എ ഗുഡ് ബ്രീത്തബിൾ മെഷ് മെറ്റീരിയലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻഡോർ കോർട്ടുകളിലൊക്കെ കളിക്കുമ്പോൾ കാല് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലൈസ്ഡ് ഡിസൈനാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ അദ്ദേഹത്തിൻ്റെ ലൈഫിനെയും അദ്ദേഹത്തിൻ്റെ
ജനിച്ച് വളർന്നിട്ടുള്ള വിശേഷങ്ങളെയൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തുള്ള എൻഗ്രേവിങ്സ് കൂടി അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇഫ് യു ആർ എ ബാസ്കറ്റ്ബോൾ പ്ലെയർ ഓർ ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ഈസ് ഹാവിങ് ലൈക്ക് എ inclination towards the basketball, I feel like this shoe will be right fit for you. നമ്മൾ ലെബ്രോൺ 23യുടെ ഫസ്റ്റ് ഷൂ ആണ് കണ്ടത്. ഇനി ഞാൻ രണ്ടാമത്തെ ഷൂ നിങ്ങളെ കാണിക്കാൻ പോവാണ്. പക്ഷേ ബിഫോർ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഷൂ ആൻഡ് ഷോയിങ് ദി ഷൂ, നിങ്ങൾ ഇതിൻ്റെ ബോക്സ് കണ്ടു. മറ്റേ ഷൂവിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളർ ബോക്സ് ആയിരുന്നെങ്കിൽ ഇതെന്ന് പറയുന്നത് ഫുൾ ഗോൾഡൻ കളർ ഡിസൈനിൽ വരുന്നതാണ്. ആൻഡ് ദെൻ യു ഹാവ് ലൈക്ക് എ ക്യൂട്ട് ഹാൻഡിൽ ഇവിടെ വരുന്നുണ്ട് ബ്ലാക്ക് കളറിലുള്ളത്. ലെറ്റ്സ് ട്രൈ ടു ഓപ്പൺ ദിസ് ബോക്സ് ആൻഡ് സീ വാട്ട്സ് ഇൻസൈഡ് ഓഫ് ദിസ് വൺ. സോ ഞാൻ തുറക്കുമ്പോൾ തന്നെ പറയാം, ദിസ് ഷൂ ഈസ് നോൺ വിത്ത് ദ നെയിം ഓഫ് ബബിൾ ബോയ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോക്സ് ടെംപ്ലേറ്റ് ആണ് കേട്ടോ ഇവർ കൊടുത്തിരിക്കുന്നത്, ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദ മൊമെൻറ്റ് ഐ ഓപ്പൺ ഇറ്റ് യു ക്യാൻ സീ ഇതിലും ഒരു ചെറിയൊരു ചാം വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ a little MVP name is written up over here. And similar to the other box, ഇവിടെ വരുന്നത് സെയിം ഒരു ലെബ്രോൺ ജെയിംസിനെ പറ്റിയിട്ടുള്ള ഒരു സ്മോൾ ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. And then you can also see the name Forever King. And let's see how does the shoe looks like. So I'm going to open this one and let's see. Okay, so here also you have like a sack coming in and വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗോൾഡൻ എൻഗ്രേവിംഗ് കൊടുത്തിട്ടുണ്ട് ഓഫ് ദ ക്രൗൺ ഹിയർ. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ഫോറെവർ കിങ് എന്നുള്ളത് ഇവിടെയും അവർ എഴുതിയിട്ടുണ്ട്. ദാറ്റ്സ് പ്രിറ്റി കൂൾ. നൗ ലെറ്റ്സ് കീപ് ദിസ് ബോക്സ് അസൈഡ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള ബോക്സ് ആണ് കേട്ടോ ഇത്. സോ ലെറ്റ്സ് ട്രൈ ടു ഓപ്പൺ ദിസ് വൺ. ആൻഡ് വൺസ് ഐ ഓപ്പൺ ദിസ് ഷൂ, this is how the Bubble Boy collection of LeBron 23 looks like. Oh my god, this is like a breathtaking view of it. So unlike the previous one, avada nammallu green color design pattern aanu kandadengil, you can see ഇതിലൊരു ലാവൻഡർ പിങ്ക് കളക്ഷൻ വന്നിട്ട് സിൽവർ കളറിലുള്ള ബോഡി ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ നൈക്കിൻ്റെ ഒരു ലോഗോ ഹിയർ വിത്ത് എ മൾട്ടി കളർ. ആൻഡ് ഓഫ് കോഴ്സ് ലെബ്രോൺ ജെയിംസിൻ്റെ ഒരു സിഗ്നേച്ചർ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. വാട്ട് എൽസ് വി ഹാവ്? ആൻഡ് യു ക്യാൻ സീ ദ കിങ് ഇൻസൈഡ് എ സ്മോൾ ബബിൾ. നൗ ഐ വിൽ ടോക്ക് അബൌട്ട് വൈ ദിസ് ഷൂ ഗോട്ട് ദിസ് നെയിം ഓഫ് എ ബബിൾ ബോയ്. But and you can also see the small crown symbol coming up here. Let's see a better view of this shoe, both of the shoe, and then let's talk more about why this shoe got this name of Bubble Boy. ഈ ഒരു ഷൂവിൻ്റെ പേര് ബബിൾ ബോയ് എന്നാണ്. ആൻഡ് ഇത് ലെബ്രോൺ ജെയിംസിൻ്റെ കരിയറിൽ ഒരു വെല്ലുവിളി നിറഞ്ഞിട്ടുള്ളൊരു ടൈമിനെയാണ് ഇത് കാണിക്കുന്നത്. ദാറ്റ്സ് വെൻ ലൈക്ക് 2020 വെൻ കോവിഡ് ഹാപ്പൻഡ്, ലെബ്രോൺ ജെയിംസ് അദ്ദേഹത്തിൻ്റെ 4ാം ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് ഒരു ബബിളിനുള്ളിൽ വെച്ചിട്ടാണ്. സോ അതിൻ്റെ ഒരു സ്മരണയ്ക്കായി വേണ്ടിയിട്ടാണ് ഈ ഒരു എഡിഷൻ ഒരു സിൽവർ കളറിൽ, അതായത് ഇത് റിസംബിൾ ചെയ്യുന്നത് ഒരു ബബിളിൻ്റെ പുറംഭാഗം എന്നുള്ളതാണ് ഇതിൻ്റെ ബോഡി ഡിസൈൻ കാണിക്കുന്നത്. സോ അങ്ങനെയാണ് നൈക്ക് ഈ ഒരു ഡിസൈൻ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു സീ ഈ ഒരു ഡിസൈനിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ആസ് ഐ ഷോഡ് യു ഇൻ ദ പ്രീവിയസ് ക്ലിപ്സ് ഓൾസോ, ഇതിലൊരു ലെബ്രോണിൻ്റെ ക്രൗൺ ചിഹ്നമുണ്ട്. അതേപോലെ തന്നെ ജ്വല്ലറി ഡിസൈനിലുള്ള നൈക്കിൻ്റെ ഷൂസ് ലോഗോയും നിങ്ങൾക്ക് കാണാം. ആൻഡ് പർപ്പിളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേക്കേഴ്സിനോടുള്ള ഒരു ആദരവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ 2 ലെബ്രോൺ 23 കളക്ഷനിൽ വരുന്ന ഷൂകൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് ദ വൺ വിച്ച് ഐ എം ഹാവിങ് വിത്ത് മീ, ദിസ് ഇസ് ദ തേർഡ് വൺ ദാറ്റ് ഐ എം ഹാവിങ്. ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ഇപ്പോൾ കാണിക്കുന്നില്ല. ദ റീസൺ ഇസ് ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് അൺബോക്സിങ് ദിസ് പെർട്ടിക്കുലർ ഷൂ. സോ ഇതിൻ്റെ പേര് ഔട്ട് ഫോർ ഡംഷൻ എന്നാണ്. ഇതിലും ഈ പറഞ്ഞതുപോലെ തന്നെ സെയിം ബോക്സ് സ്ട്രക്ചറാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളർ ബോക്സ് വരുന്നുണ്ടായിരിക്കും ആൻഡ് അതിനകത്താണ് ഈ ഷൂ വരുന്നത്. ഇഫ് ഇൻ കേസ് യു ഹാവ് നോട്ട് സീൻ ദാറ്റ് അൺബോക്സിങ് വീഡിയോ, ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ ഹാവ് എ ലുക്ക് ഓൺ ദാറ്റ്. ബട്ട് യുനോ ഈ വീഡിയോ, ഈ ഒരു ഷൂവിൻ്റെ ഒപ്പം വരുന്നത് ഈ ഒരു ചാമാണ്, ആസ് യു ക്യാൻ സീ. സോ ഇത് ഒരു ഔട്ട് ഫോർ ഡംഷൻ എന്നാണ് ഈ കളക്ഷൻ്റെ പേര് വരുന്നത്. സോ യു ക്യാൻ സീ എ ബിറ്റ് ക്ലോസർ ഓഫ് ഹൗ ഡസ് ദിസ് ചാം ലുക്സ് ലൈക്ക്. Alright, so that's the 3 different LeBron 23 shoes that I'm having with me so far. And I hope you guys have enjoyed this video and got some information about the LeBron 23 collection. So I'll see you in another video, and until then, hey yo!